അപ്പോൾ ഗൈസ് ഈ സാരിത്തുമ്പും തലയിലിട്ട് നമ്മൾ ഈ കുണുങ്ങി കുണുങ്ങി പോകുന്നത് മെസ്സ് എടുക്കാനാണ് ഗൈസ്. അപ്പം നമ്മൾ കോളേജ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മെസ്സ് എടുക്കലായിരുന്നു. നമ്മൾ മെസ്സ് ചെയ്യുന്നപ്പോൾ കണ്ടാ മെസ്സൊക്കെ വിജനമായി കിടക്കുന്നു. മെസ്സൊന്ന് ഉണർത്താനായിട്ട് ഞാൻ മണി എടുത്തപ്പോഴാണ് മധു എന്നോട് പറഞ്ഞത്, എടി ഇപ്പം അടിക്കാൻ പാടില്ല, ഇത് ഫുഡ് തുടങ്ങുന്നതിനും കഴിയുന്നതിനും മുന്നും മാത്രമേ നമ്മൾ ഈ സാധനം അടിക്കാൻ പാടുള്ളൂ. അങ്ങനെ നിശബ്ദരായി ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേക്കും ചോറുമാമ എത്തി ഗൈസ്. അപ്പം ഇന്നത്തെ സംഭവങ്ങൾ ചോറ്, അവിയൽ, അച്ചാറ്, സാമ്പാർ, അങ്ങനെ സാധനങ്ങളൊക്കെ നേരുന്നു. നമ്മളും വിളമ്പാൻ റെഡിയായി. അങ്ങനെ ഫുഡ് വിളമ്പാനായിട്ട് നമ്മൾ ത്വര കൊണ്ട് നിന്നുകൊണ്ടാണ് തോന്നുന്നു ഗൈസ് ഒറ്റ പൂച്ച കുഞ്ഞൻ ഫുഡ് മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ചാർ വിളമ്പാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ ഇരിക്കും വിണ്ടടാ. അങ്ങനെ നമ്മളെ മുത്തുമണികളെത്തി. അങ്ങനെ അവർക്ക് വേണ്ടി അച്ചാർ വിളമ്പാനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ 1 മാസത്തേക്കുള്ള മെസ്സെടുപ്പിൻ്റെ ആദ്യ തുടക്കപ്പടിയായി ഞാൻ അച്ചാർ വിളമ്പി. അങ്ങനെ ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു അമ്മയുടെ സന്തോഷം പോലെയായിരുന്നു എൻ്റെ മുഖത്തെ പ്രകാശം. അങ്ങനെ 1 മണിക്കൂർ നമ്മൾ ഈ വിളമ്പൽ പരിപാടിയായിട്ട് ഇങ്ങനെ ഇരുന്നു ഗൈസ്. പിന്നെ നമുക്കും വിശന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് ഇനി ലേറ്റ് പറഞ്ഞ പിള്ളേർക്കുള്ള ഫുഡ് എടുത്തേച്ച് ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വിശേഷമായി വരുന്നവരേക്കും ബൈ ബൈ.